അതെ വലിയേട്ടാ, ഈ പൂവിന്റെ ബൊക്കെയൊക്കെ ആയിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നത്? ഓയ്, എന്റെ ഒരു കൂട്ടുകാരൻ പുതിയൊരു കട തുടങ്ങി. ഞാൻ അവന്റെ അടുത്തേക്ക് പോവാണ്. ഇതെന്ത് ബൊക്കയാ ഇത്? ഇതിലൊരു റോസാപ്പൂ പോലും കാണുന്നില്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. പൂവിനൊക്കെ എന്താണ് ഇപ്പൊ വില? മാത്രമല്ല മാർക്കറ്റിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ഐഡിയ മോട്ടോ, നമുക്ക് ഈ റോസാപ്പൂവിന്റെ ബിസിനസ് തുടങ്ങിയാലോ? പൊളിച്ചെടുത്തല്ല. റോസാപ്പൂ വളർത്തുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മരുന്നുണ്ട്, അതൊഴിക്കാം. അപ്പൊ അതില് വലിയ വലിയ റോസാപ്പൂക്കൾ ഉണ്ടാവും. പൊളിച്ചേ! വലിയ റോസൊക്കെ ആവുമ്പോ നമുക്കും അതിനനുസരിച്ച് പൈസയും കൂടുതൽ മേടിച്ചൂടെ? വരൂ, എന്നാ നമുക്ക് ഈ ബിസിനസ് തുടങ്ങിക്കളയാം. ഇതാണ് ഞാൻ പറഞ്ഞ മരുന്ന്. ഇത് അതിലൊഴിക്കണം. വെറും 2 തുള്ളി മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ നോക്കിക്കോ, വലിയ റോസാപ്പൂക്കൾ ഉണ്ടാവുന്നത്. തരൂ, ഞാൻ ഒഴിക്കാം. ആ? നീ എന്താണ് ഈ കാണിക്കുന്നത്? മുഴുവൻ മരുന്നും അതിലൊഴിക്കാൻ പാടില്ല. അത് പിന്നെ കൂടുതൽ ഒഴിക്കുമ്പോ പൂവിന്റെ വലുപ്പവും കൂടുമല്ലോ, അങ്ങനെയല്ലേ വലിയേട്ടാ? ആർക്കറിയാം ഇതൊക്കെ ശരിയാവോ ഇല്ലയോന്ന്? ഇതൊക്കെ നാളെ രാവിലെ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തൊരു നല്ല സുഗന്ധമാണ് ഈ വരുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഇലട്ട് വിളമ്പാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ആഹാരം കഴിക്കാൻ വന്ന് തുടങ്ങി. നാളെ രാവിലെ കാണാം. വസ്തുലു, കൊള്ളാം കൊള്ളാം. ആദ്യമായിട്ടാ ഡോക്ടർ ജഡ്കയുടെ മരുന്ന് ഉപയോഗപ്രദമാവുന്നത്. ഇത്രയും വലിയ റോസാപ്പൂ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. എന്താണ് സംഭവിക്കുന്നത്? എന്റെ മോട്ടു, നീ ആ ഡോക്ടർ ജഡ്കയുടെ മരുന്ന് മുഴുവൻ എടുത്ത് ഒഴിച്ചില്ലേ? അതിന്റെ ഫലമാണ് ഇത്. ബോക്സറേട്ടാ, നിങ്ങൾ ആ ചെടികളെ ഒന്ന് നിർത്ത്. എന്ത്? ഈ ചെടികൾ എങ്ങനെയാ നടക്കുന്നേ? വല്ല റോബോട്ടും ആണോ? കൂട്ടുകാരെ, ആക്രമിക്കൂ! ഫയർ! ഏയ്! ഓ! ആ! ഏയ്! മോട്ടു പത്ലു, നിങ്ങളെ ഞാൻ വിടാൻ പോകുന്നില്ല. ഏയ്! ഡോക്ടർ ജഡ്ക, എന്റെ അമ്മോ, ഒരു സാധാരണ റോസ് പൂച്ചെടി കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്തിനങ്ങനെ പേടിക്കുന്നത്? ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വന്നോളൂ. ചിങ്കൻ സാറ്, നിങ്ങൾ ഈ മരുന്ന് ആ ചെടിയുടെ പുറത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിക്കണം. എന്നാലേ അത് ചെറുതാവുകയുള്ളൂ. Why fear when Chingam is here? ഈ മരുന്നിനൊന്നും ഒരു ആവശ്യവുമില്ല. എന്റെ കഴിവ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. Hey, stop! Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്റെ അമ്മ! അമ്മച്ചി!
എന്റെ അമ്മോ, ഈ റോസ്റ്റഡ് ഗ്യാങ് മൊത്തം ആപത്താണല്ലോ. എന്റെ രോഗികളാണ് സത്യം, ഞാൻ അതിനെ വെറുതെ വിടില്ല. കൂട്ടുകാരെ, ശത്രു ആകാശത്തോട് ആക്രമിക്കാൻ വരുന്നു. കൗണ്ടർ അറ്റാക്ക്. അതെ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്. ഒരു സാധാരണ റോസിന്റെ മുള്ളു കണ്ട് പേടിക്കുന്നവരല്ല. അതേ കൂട്ടുകാരെ, മനുഷ്യരുടെ ശക്തി എന്താണെന്ന് ആ പൂക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് നിന്ന് അവറ്റകളേക്ക് തോൽപ്പിച്ചിട്ട് വരാം. ആക്രമിക്കൂ, ആക്രമിക്കൂ. ഓടിക്കൂ. എന്റെ അമ്മോ, വലിയേട്ടാ. അത് കണ്ടോ, ഒരു റോസ് ചെടി നടു റോട്ടിൽ കിടക്കുന്നത് കണ്ടോ? അതെ, റോസ് ചെടി പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിരപരാധിയാണ്, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഏതായാലും നിന്നെ വിടാൻ ഉദ്ദേശമില്ല. പൊളിച്ചെടുത്തല്ലോ, ഇത് ശരിക്കും ചീറ്റിംഗ് ആണ്. മമ്മി രക്ഷിക്കണേ. ഈ ഡാർട്സ് എന്റെ മരുന്നിൽ മുക്കിയെടുത്തതാണ്. ഇത് ആ ചെടികളുടെ ഒക്കെ തണ്ടി കൊണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ചെറുതായി പൊയ്ക്കോളും. ആക്രമിക്കൂ കൂട്ടുകാരെ. മോട്ടു, എന്തെങ്കിലും ചെയ്യ. എത്ര നേരാന്ന് വെച്ച് അങ്ങനെ പിടിച്ചോണ്ട് നിക്കുക. നമ്മുടെ ഡാറ്റ്സ് മുഴുവനും തീർന്നു കഴിഞ്ഞിരിക്കുക. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഇന്നാ പിടിച്ച മോട്ടു, സമോസ കഴിച്ച് പണി തുടങ്ങിക്കോ. കൂട്ടുകാരെ, അവൻ ഇവിടേക്ക് എത്താൻ പാടില്ല. അറ്റാക്ക്. അമ്മേ, സോറി. മമ്മി, എന്റെ അമ്മോ, കൂട്ടുകാരെ, ശത്രുക്കൾ മുന്നിൽ തന്നെ ഉണ്ട്. അറ്റാക്ക്. മോട്ടു, നീ എന്തായി ചെയ്തത്? Watch India's largest kids library only on Jio Hotstar. Download the app now.